ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. കരിപ്പൂരിൽ MDMA പിടികൂടിയ കേസിൽ MDMA കൊടുത്തയച്ച ആളുകളെ കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് മലപ്പുറം SP R വിശ്വനാഥ്. ഇവർക്ക് ഒരു 16-ാം തീയതിയാണ് കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് മൈലേക്ക് യാത്ര ചെയ്തായിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് സപ്ലൈ ചെയ്യാനായിട്ടുള്ളവരെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കേസുകളുണ്ട്. അതിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആസ് ഓഫ് നൗ നമുക്ക് ഈ 4 പേര് ആണ് പ്രതികളായിട്ടുള്ളത്. ഏതാണ്ട് 950 ഗ്രാം പ്രതികളോടുള്ള MDMA ആണ് ഇപ്പോൾ ഡിറ്റക്ഷൻ. അതിൻ്റെ പ്രൊസീജിയർ നടപടികൾ കഴിഞ്ഞ് അടുത്ത തലത്തിലേക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ്. ഇത് അതാണ് ഞാൻ പറഞ്ഞത്. ഇത് അവിടെ നിന്ന് സെൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ ഞങ്ങളിലുണ്ട്. അത് റിവീൽ ചെയ്യാൻ കഴിയില്ല, കാരണം ഇൻഫർമേഷൻസ് പോകുന്നതുകൊണ്ട് അത് നമ്മളതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നത്തെ ഒരു മേജർ ഡിറ്റക്ഷൻ മെറിക്കിലൂടെ പാർസലായിട്ട് ബന്ധപ്പെട്ടുന്ന കേസിനകത്ത് നമുക്ക് ഫോഴ്സ് ചെയ്യുന്നതായിട്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഫെഡറൽ അറസ്റ്റ് ചെയ്ത് 2 നടത്തിയിട്ടുണ്ട്. അതിന് മുന്നേ നടന്ന വാഴക്കാടുണ്ടായിരുന്ന ഒരു ഡിറ്റക്ഷനകത്ത് അത് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ കേസിലും ഇതേ രീതിയിലുള്ള അന്വേഷണം. അത് പക്ഷേ നമ്മൾ ഡിറ്റക്ഷൻ ഇവിടുന്നാണെങ്കിലും അതിൻ്റെ സോഴ്സ് അന്വേഷിക്കുമ്പോൾ പുറത്തുനിന്ന് നമ്മളായിട്ടുള്ള ഇൻഫർമേഷൻ അത് നമുക്ക് പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ നിന്ന് വിദേശികളാണ് അതിൻ്റെ എന്നുള്ളത് ഇൻഫർമേഷൻസ് നിലവിലുള്ളത്. വിദേശത്തിനകത്ത് പൊതുവന്വേഷണം എയർപോർട്ട് മുഖാന്തരമുള്ള മയക്കുമരുന്ന് ഇതിനിടയിൽ നമ്മൾ ഹൈബ്രിഡ് കഞ്ചാവ് 18 കിലോയുടെ അതിൻ്റെ ഡിറ്റക്ഷൻ വളരെ ശക്തമായിട്ട് തന്നെ വിജിലുണ്ടാവും. അതിനകത്ത് തുടർന്നുള്ള ഡിറ്റക്ഷനകത്ത് ഇതിപ്പം 10 വർഷത്തിലേറെ ശിക്ഷ ലഭിക്കുന്ന ഗ്രേവായിട്ടുള്ള ഒഫൻസാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസുകളാണ് ഇതെല്ലാം. അപ്പോൾ തുടർന്നും ഈ പരിശോധനകളും എയർപോർട്ട് മുഖാന്തരമുള്ള ലഹരി കച്ചവടം ശക്തമായിട്ട് തന്നെ മോണിറ്റർ ചെയ്യും. അതിനകത്ത് വളരെ ശക്തമായിട്ടുള്ള നമ്മൾ നേരത്തെ നടന്ന പ്രധാന കേസുകളിലും സമാനമായ ഒമാൻ ബന്ധമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാരിയറായ സൂര്യ ഒമാനിലേക്ക് പോയത് ഈ മാസം 16-നാണെന്നും അദ്ദേഹം പറഞ്ഞു. 950 ഗ്രാമോളം MDMA ആണ് പിടികൂടിയത്. നിലവിൽ പിടിയിലായ 4 പേർക്ക് നേരത്തെ NDPS കേസുകളില്ല. പിടിയിലായ സ്ത്രീക്ക് ലഹരിയാണെന്ന് അറിയാമായിരുന്നു. മിഠായി പാക്കറ്റുകളിൽ ഒളിപ്പിച്ചാണ് MDMA കടത്തിയത്. വിമാനത്താവളം വഴിയുള്ള ലഹരിക്കടത്ത് തടയും. ശക്തമായ നിരീക്ഷണം തുടരുമെന്നും വിശ്വനാഥ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും 1 കിലോയോളം MDMA-യുമായി സൂര്യയടക്കം 4 പേരെ പിടികൂടിയത്. മിശ്രിത രൂപത്തിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. ഒമാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച MDMA ആയിരുന്നു പിടികൂടിയത്. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.